ഹലോ എവ്രി വൺ, RPF-ൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് RPF-ൻ്റെ മെഡിക്കൽ ടെസ്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ഒരു ദിവസങ്ങളിലായിട്ട് നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി പറഞ്ഞുകൊണ്ട്. RPF-ൻ്റെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലേക്കുള്ള ജോലിയെ പറ്റിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അതിൽ മാത്രമല്ല, കഴിഞ്ഞൊരു പ്രീവിയസ് വീഡിയോയിൽ ഇതിൻ്റെ സ്റ്റേജസ് പറഞ്ഞിരുന്നു. നമ്മൾ എന്തൊക്കെ സ്റ്റേജസ് കഴിഞ്ഞാലാണ് ഈ ഒരു RPF നിങ്ങൾ ക്വാളിഫൈ ആവുന്നതെന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. അതിൽ നമ്മൾ മെഡിക്കൽ ടെസ്റ്റിനെ കുറിച്ച് എടുത്ത് പറഞ്ഞിരുന്നില്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും കമൻറ്റ് സെക്ഷനിൽ അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളത് മാറ്റി നിർത്തിയതാണ്. കാരണം ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളത് മാറ്റി നിർത്തിയത്. അപ്പോൾ ഇന്നാണ് അതിൻ്റെ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. മെഡിക്കൽ ടെസ്റ്റിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് ഇന്ന് തീർന്ന് തന്നെ കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്, അപ്പോൾ നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ RPF 2024 മെഡിക്കൽ ടെസ്റ്റ് അറിയേണ്ടതെല്ലാം, മെഡിക്കൽ ടെസ്റ്റിനെ പറ്റി നിങ്ങൾക്ക് എന്തൊക്കെ അറിയണോ അതെല്ലാം നിങ്ങൾക്ക് ഇന്ന് അറിയാൻ പറ്റും. എന്തൊക്കെയാണോ അവർ പറഞ്ഞിട്ടുള്ള ക്രൈറ്റീരിയ, കാരണം നിങ്ങൾക്ക് പാസ്സാവണമെങ്കിൽ ഒരു പ്രത്യേക തരം ക്രൈറ്റീരിയ പാസ്സായാൽ മാത്രമേ അവർ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ലിസ്റ്റ് നിങ്ങൾ കവറായി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? RPF ക്വാളിഫൈ ആവും. ഇത് വരുന്ന ആ ഒരു സ്റ്റേജിനെ പറ്റിയാണ്, ലാസ്റ്റ് സ്റ്റേജാണ് നമ്മുടെ മെഡിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ അത് നമുക്ക് നോക്കാം എന്താണെന്ന്. അപ്പോൾ ഫസ്റ്റ് പ്രൊസീജിയറാണ്, എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഈ പ്രൊസീജിയർ വരുന്നത്, ഈ കാൻഡിഡേറ്റ്സ് എന്താണ്, ഏതൊക്കെ എക്സാം പാസ്സായവരാണെന്ന് നോക്കി. കാൻഡിഡേറ്റ്സ് നമ്മുടെ CBT ക്ലിയർ ആയി, എല്ലാം ക്ലിയർ ആയതിനു ശേഷം PET PMT, അതായത് CBT കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ക്വാളിഫൈ ആയവർ, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് PET ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് അതായത് ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായവർ, അത് കഴിഞ്ഞ് PMT ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റ് പാസ്സായവർ, അതായത് മെഷർമെൻറ്റ് നിങ്ങളുടെ എല്ലാ ഹൈറ്റ് വെയിറ്റ് പോലുള്ള എല്ലാ മെഷർമെൻറ്റ്സും എടുത്ത് അതിലും ക്വാളിഫൈ ആയവരാണ് എന്തിലേക്ക് കിടക്കുന്ന ലാസ്റ്റ് സ്റ്റേജായ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ടൈമിൽ, സ്റ്റേജ് 4 ആയിട്ടുള്ള ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? അവരെന്ത് ചെയ്യും? നേരെ വരുന്ന സമയത്ത് മെഡിക്കൽ എക്സാമിനേഷന് വേണ്ടിയാണ് ഫസ്റ്റ് എന്ത് ചെയ്യുന്നത്? അവർ വിടുന്നത്. അവരെന്താണ്, റെയിൽവേയിലെ ജോലി ആയതുകൊണ്ട് തന്നെ റെയിൽവേയുടെ ഹോസ്പിറ്റൽസിലേക്കായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു വാനിൽ കയറ്റി കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ടൈമിലാണ് നിങ്ങൾ എന്തിനേക്ക് പറഞ്ഞു വിടുന്നത്? നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ചെക്ക് ചെയ്ത്, നിങ്ങൾ എന്തെങ്കിലും ഡിസബിലിറ്റീസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ കവറായി, അല്ലെങ്കിൽ നിങ്ങൾ അത് മറച്ചു വെച്ചിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയായിട്ടാണ് ഈ ഒരു ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ടൈമിൽ തന്നെ അവരെന്ത് ചെയ്യുന്നത്? മെഡിക്കൽ ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യും? അവരുടേതായ റെയിൽവേ ഹോസ്പിറ്റൽസിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഹോസ്പിറ്റൽസ് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? പിന്നെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? അവരുടെ വെബ്സൈറ്റിൽ തന്നെ, അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ അവർ ആ ഒരു പാസ്സായവരുടെ ലിസ്റ്റ് എന്ന് വെച്ചാൽ എക്സാമിനേഷൻ ക്വാളിഫൈ ആയവരുടെ ലിസ്റ്റ് അവർ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ആ മെയിൻ കാര്യം എന്ന് പറയുന്നത്. എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടാണ് മെഡിക്കൽ ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ അടുത്ത് നമുക്ക് കടക്കാം. ഇനി ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ത്യൻ റെയിൽവേയുടെ ഒരു മെഡിക്കൽ കാറ്റഗറി ഉണ്ട്. നമ്മൾ നോർമലി ഇപ്പം നമ്മൾ GD നോക്കുന്നവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ ബാക്കി ആർമി എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം മെഡിക്കൽ എക്സാമിനേഷൻ്റെ ഒരു സീരിയസ്നെസ് എന്താണെന്ന് അറിയാം. അപ്പോൾ ഈ മെഡിക്കൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു സ്പെഷ്യൽ കാറ്റഗറീസ്, കുറച്ച് കാര്യങ്ങളൊക്കെ സെയിം ആയിട്ട് വരും. അതുപോലെ തന്നെ എക്സാമിൻ്റെ ലെവൽ എന്ന് പറയുന്നത് എന്താണ്, കുറച്ച് ഇച്ചിരി ഹാർഡ് ലെവലായിരിക്കും ബാക്കിയുള്ള എക്സാം. ആർമി എക്സാമിനെയൊക്കെ എടുത്ത് നോക്കി അവർ അത്രയും സ്ട്രിക്റ്റ് ആയിട്ടാണ് എന്ത് നോക്കുന്നത്, ഈ ഒരു മെഡിക്കൽ എക്സാമിനേഷൻ അവർ നോക്കുന്നത്. പക്ഷെ അതേസമയം നമ്മുടെ റെയിൽവേയുടെ ബോർഡാണെങ്കിൽ അവരെന്ത് ചെയ്യും? കുറച്ചൊക്കെ എന്ത് ചെയ്യും? ഇളവൊക്കെ തരുന്നവരാണ്. കുറച്ചൊക്കെ നമുക്ക് മിതത്വമൊക്കെ സ്വീകരിച്ച് നമുക്ക് നന്നായിട്ട് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെഡിക്കൽ എക്സാമിനേഷനാണ് റെയിൽവേയുടെ ആൾക്കാർ ചെയ്യുന്നത്. എന്നാലും നമ്മുടെ ഒരു ഭാഗ്യം പോലെയും കൂടെ ഇരിക്കും. ബാക്കി എക്സാമിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്തായാലും റെയിൽവേ എക്സാമിനേഷൻ്റെ മെഡിക്കൽ ടെസ്റ്റ് പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് അത്യാവശ്യം അവർ പറയുന്ന ആ ഒരു ക്രൈറ്റീരിയ ഒക്കെ നിങ്ങൾ പെട്ടെന്ന് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു എക്സാമിനേഷൻ ക്വാളിഫൈ ആവാൻ ഉറപ്പായിട്ടും കഴിയുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാറ്റഗറിയാണ് പറയുന്നത്. ഇന്ത്യൻ റെയിൽവേ, അതായത് എല്ലാ എക്സാമിനേഷനും RRB നടത്തുന്ന എല്ലാ റെയിൽവേ എക്സാമിനേഷനും ഒരു മെഡിക്കൽ കാറ്റഗറി ഉണ്ട്. ആ ഒരു മെഡിക്കൽ കാറ്റഗറിയാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്ന് പറഞ്ഞാൽ A1, A2, A3, B1, B2, C1, C2 എന്ന് പറയുന്ന ഇത്രയും കാറ്റഗറി. അതായത് ഇതെല്ലാം ഓരോ കാറ്റഗറീസാണ്, മെഡിക്കലിൻ്റെ കാറ്റഗറീസാണ്. ആ ഒരു കാറ്റഗറി ഡിസ്ക്രിപ്ഷനാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇപ്പം നമ്മൾ പറയുന്നത് എന്തിനെ കുറിച്ചാണ്? RPF-നെ കുറിച്ചാണ്. RPF-ൻ്റെ മെഡിക്കൽ കാറ്റഗറി നിങ്ങൾ ആ ഒരു നോട്ടിഫിക്കേഷൻ വായിക്കുന്ന സമയത്ത് കാണുന്നുണ്ടായിരിക്കും. B1 കാറ്റഗറിയാണ് കേട്ടോ. B1 കാറ്റഗറിയാണ് നമ്മുടെ ഫിറ്റ്നസ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ റെയിൽവേ മെഡിക്കൽ കാറ്റഗറിയിൽ B1 കാറ്റഗറിയിലാണ് RPF കിടക്കുന്നത്. ഇതുപോലെ നമ്മൾ ലോക്കോ പൈലറ്റിന് കൊടുത്തപ്പോഴും എഞ്ചിനീയേഴ്സിന് കൊടുത്തപ്പോഴും മറ്റേ ടെക്നീഷ്യൻ പോസ്റ്റൊക്കെ കൊടുക്കുമ്പോഴും ഓരോ കാറ്റഗറി പറയും അവർ. അതായത് ഇപ്പോൾ ലോക്കോ പൈലറ്റ് ആണെങ്കിൽ നമുക്ക് എന്താണ്? A1 വെൽ
എന്ന് വെച്ചാൽ കാണുന്നുണ്ടായിരിക്കും എക്സലൻറ്റ് ഹെൽത്താണ്, നല്ലപോലെ ഹെൽത്ത് ഉണ്ടായിരിക്കണം. കാരണം അതെന്താണ്, ഒരു സേഫ്റ്റി ക്രിറ്റിക്കൽ റോളാണ്. സേഫ്റ്റി ക്രിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സേഫ്റ്റി സെൻസിറ്റീവും സേഫ്റ്റി ക്രിറ്റിക്കൽ എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ നല്ലപോലെ എന്ന് വെച്ചാൽ ട്രെയിനുമായിട്ട് അത്രത്തോളം അവരെന്ത് ചെയ്യാണ്, അത്രയും സേഫ്റ്റി, അതായത് അവരുടെ സേഫ്റ്റി മാത്രമല്ല ബാക്കിയുള്ളവരുടെ സേഫ്റ്റി അവരുടെ കയ്യിലാണെന്നുള്ള കാര്യം കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് A1 A2 കാറ്റഗറിയിലേക്ക് ആരെ മാറ്റിയിരിക്കുന്നത്, ഏറ്റവും ലെവൽ കൂടിയ ലോക്കോ പൈലറ്റ് പോലെയുള്ള ALP പോസ്റ്റുകളിലേക്കും ടെക്നീഷ്യൻ പോസ്റ്റുകളിലൊക്കെ വിളിക്കുന്നവരെയൊക്കെ A1 A2 കാറ്റഗറിയിലേക്കാണ്. അവർക്ക് എന്ത് വേണം, അത്യാവശ്യം വളരെ നല്ല ഹെൽത്ത് തന്നെ ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് പറയുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ RPF വേണ്ടത് എന്താണ്, ഫിറ്റ്നസ് ഫോർ ജോബ്സ് ഇൻവോൾവിങ് ഫിസിക്കൽ സ്ട്രെയിൻ. നിങ്ങൾക്ക് അറിയാമല്ലോ RPF ഒരു പോലീസ് ഫോഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അത്യാവശ്യം എന്താണ്, നല്ല ഫിറ്റ്നസ് ഉണ്ടായിരിക്കണം. ഫിറ്റ്നസ് ഫോർ ജോബ്സ് ഇൻ ഫിസിക്കൽ സ്ട്രെയിൻ. കാരണം കുറച്ച് ഫിസിക്കലി ആക്റ്റീവ് ആവേണ്ട ഒരു ഗ്രൂപ്പാണ് അല്ലേ ഡിഫൻസ് എന്ന് പറയുന്നത്. RPF എന്താണ്, ഒരു ഡിഫൻസ് ഗ്രൂപ്പിലാണ് വരുന്നത്. അതുകൊണ്ടാണ് അവർക്ക് എന്താണ് കുറച്ചും കൂടെ ഫിസിക്കലി ആക്റ്റീവ് ആയവരായിരിക്കും ഈ ഒരു ടെസ്റ്റിന് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ അവരെന്താണ് മോഡറേറ്റ് സ്ട്രെയിൻ റോൾസ് ആണ് B1 കാറ്റഗറിയിൽ വരുന്നത്. അത്യാവശ്യം കുറച്ചൊക്കെ എന്താണ് മോഡറേറ്റ് സ്ട്രെയിൻ ഉള്ള വർക്കുകളാണ്. ഈ താഴെ കാണുന്ന C1 C2 പോലെയുള്ള ജോബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുന്ന് ചെയ്യുന്ന സെഡൻഡറി വർക്ക്സ് ആണ്. അല്ലെങ്കിൽ ഡെസ്ക് ജോബ് എന്ന് പറയും. നമ്മുടെ ഈ ടിക്കറ്റ് കൗണ്ടറിലൊക്കെ ഇരിക്കുന്ന അക്കൗണ്ടൻസ് ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു ജോബ്സ് ആണ് വരുന്നത്. സ്റ്റേഷൻ മാസ്റ്ററൊക്കെ നമ്മുടെ ഈ A2 കാറ്റഗറിയിലാണ് വരുന്നത് കേട്ടോ. NTPC പോലെയുള്ള എക്സാം ഒക്കെ ഈ A2 B1 കാറ്റഗറിക്ക് അകത്താണ് വരുന്നത്. ബാക്കി നമ്മുടെ ഇരുന്ന് ചെയ്യുന്ന വർക്കാണ് C1 C2 വരുന്നത്. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റെയിൽവേ RPF ആയതുകൊണ്ട് ഏത് കാറ്റഗറിയിലാണ്, B1 കാറ്റഗറിയിലാണ് നമ്മൾ വരുന്നത്. അത്യാവശ്യം മോഡറേറ്റ് സ്ട്രെയിൻ വർക്ക്സ് ഉള്ള ഒരു കാറ്റഗറിയാണ് B1 കാറ്റഗറി. അപ്പോൾ ആ ഒരു ടെസ്റ്റ് നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, പാസ്സാവണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നിങ്ങളെ ആ ഒരു എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്തായിട്ട് കാണിക്കത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടതായിട്ടുള്ള കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്, അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ മുമ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട മെഷർമെൻറ്റ് ടെസ്റ്റിൽ നിങ്ങൾ ക്വാളിഫൈ ആവുന്ന സമയത്ത് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നിങ്ങൾ ഇതിലേക്ക് വിടത്തുള്ളൂ. അപ്പോൾ ആ മെഷർമെൻറ്റ് അറിയാമല്ലോ. ഫസ്റ്റ് നിങ്ങൾ അറിയേണ്ടത് മെയിലിൻ്റെയും ഫീമെയിലിൻ്റെയും കാറ്റഗറീസ് ആണ്. മെയിൽ ഫീമെയിൽ കാറ്റഗറിയാണ്. അതായത് മെയിലിന് എത്രയാണ്, 165 പൊക്കം ഉണ്ടായിരിക്കണം. ഹൈറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. ഫസ്റ്റ് എന്താണ്, ഹൈറ്റിൻ്റെ കാര്യത്തിലാണ് ഈ കാര്യം പറയുന്നത്. ഹൈറ്റിൻ്റെ കാര്യത്തിൽ മെയിലിന് 165 പൊക്കം ഉണ്ടായിരിക്കണം. ഫീമെയിലിനാണെങ്കിൽ അതേസമയം 157. ഇത് ആരുടെ കാറ്റഗറിയാണ്, URഉം OBC കാറ്റഗറി, അതായത് ജനറലും OBC കാറ്റഗറിയുടെ ഹൈറ്റാണ് ദേ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതേസമയം SC ST ആയ എങ്ങനെയാണെന്ന് അറിയാവോ, SC ST ആണെങ്കിൽ 160 ആയിരിക്കണം. മെയിലിന് എത്രയായിരിക്കണം, 160 പൊക്കം ഉണ്ടായിരിക്കണം, ഹൈറ്റ് ഉണ്ടായിരിക്കണം മെയിൽ കാറ്റഗറി ആണെങ്കിൽ. അതേസമയം ഫീമെയിലിനാണെങ്കിൽ 152 മതി. SC STയുടെ കാര്യമാണ് പറയുന്നത്. അല്ലാതെ കൊടുത്തിരിക്കുന്നത് എന്താണ്, UR OBC കാറ്റഗറിയാണ്. നമ്മുടെ ജനറൽ കാറ്റഗറിയുടെയും OBCയുടെയും സെയിം ആണ്. അതാണ് 165ഉം 157ഉം എന്ന് പറഞ്ഞൊരു ലെവല്. അതേസമയം SC ST ആണെങ്കിൽ മെയിലിന് 160ഉം SC ST ഫീമെയിലിനാണെങ്കിൽ 152. ഇത്രയാണ് നിങ്ങൾ അവിടെ ഹൈറ്റിൻ്റെ കാര്യത്തിൽ അറിയേണ്ട. ഇനി അതിലൊരു സംശയം നിങ്ങൾ വയ്ക്കരുത്. വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും, എല്ലാ തവണ ഇത് പറയുന്നതാണ്. അപ്പോൾ ഇത് വീണ്ടും പറയുകയാണ്, ലാസ്റ്റ് വീഡിയോ ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് പറയുകയാണ്. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞിട്ട് വേണം നിങ്ങൾ ആ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിക്കാനായിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചെസ്റ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇത് ആർക്ക് മാത്രമേ ഉള്ളൂ, മെയിൽ കാറ്റഗറിക്ക് മാത്രമേ എന്തുള്ളൂ, ചെസ്റ്റിൻ്റെ കാര്യം പറയുന്നുള്ളൂ. എക്സ്പാൻഷൻ ആ ഒരു കോൺട്രാക്ഷൻ്റെ കാര്യമാണ്. 80-85 എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അത് എല്ലാ കാറ്റഗറിയിലും സെയിം തന്നെയാണ്. പിന്നെ 80-85 ആ ഒരു ഇത് കാണിക്കണം. ഇനി അടുത്ത് ഹൈറ്റ് ടു വെയിറ്റ് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഹൈറ്റ് പറഞ്ഞിട്ടുണ്ട്. വെയിറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, നമുക്ക് ഹൈറ്റിന് തുല്യമായിട്ടുള്ള ആ ഒരു കോംപ്രമൈസിങ് ആയിട്ടുള്ള വെയിറ്റ് ഉണ്ടായിരിക്കണം. അത് നിങ്ങൾ അവരിവിടെ ഒരു സ്റ്റാൻഡേർഡ് പോലെ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് ഹൈറ്റ് 160 ആണെന്ന് വിചാരിച്ചോ. 160 ആണെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് എന്ന് പറയുന്നത് ഒരു 58-നും 62-നും ഇടയ്ക്കുള്ളതായിരിക്കണം വെയിറ്റ് എന്ന് പറയുന്നത്. ഇത് വെയിറ്റ് ആണ് പറയുന്നത്, വെയിറ്റ്. ഇത് ഹൈറ്റ് 160. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണ്, ഹൈറ്റ് 160 ആണ് നിങ്ങൾക്കുള്ളെങ്കിൽ ഒരു 4 കട്ടയൊക്കെ ഇങ്ങനെ ഒരു ഡിഫറൻസ് വരാം. അത് കുഴപ്പമില്ല. 58 തൊട്ട് 62, 63 വരെയും ഒക്കെ ആണ് ആ ഒരു വെയിറ്റ് കാറ്റഗറിയാണ് പെടുത്തുന്നത്. പിന്നെ തീരെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇത് വെച്ച് നിങ്ങൾ ആ ഒരു 4 കട്ട ഡിഫറൻസിൽ നിങ്ങളുടെ വെയിറ്റ് ഹൈറ്റുമായിട്ട് അതിനെ ഒന്ന് എന്ത് ചെയ്യണം, കമ്പയർ ചെയ്ത് നോക്കണം. പിന്നെ പറയാനുള്ളത് അവിടെ വെയിറ്റിൻ്റെ ഒരു കാര്യത്തിൽ 40 kg കുറവ് ആരെയും എടുക്കാറില്ല. 40 kg എങ്കിലും മിനിമം ഒരു സ്റ്റാൻഡേർഡ് വെയിറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞത്. അതികാലം താഴ്ന്നു പോയാൽ നിങ്ങൾക്കറിയാമല്ലോ, ഇതൊരു സ്ട്രെനസ് വർക്കാണ്. നമ്മുടെ കുറച്ചും കൂടെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ളൊരു നിന്നൊക്കെ ചെയ്യുന്ന ജോലിയാണ്, ഒരു ഫിസിക്കലി സ്ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു വർക്കാണ്. അപ്പോൾ അതിനെന്തായിരിക്കണം, അത്യാവശ്യം ഒരു എന്ത് ചെയ്യണം, വെയിറ്റും ഹൈറ്റും ഒക്കെ ഉള്ളവർക്ക് മാത്രമേ ആ ഒരു ജോലി നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കാറ്റഗറി അവർ പറയുന്നത്. അപ്പോൾ 40 kg മിനിമം ഉണ്ടായിരിക്കണം. മിനിമം കാറ്റഗറിയാണ്, മിനിമം ഉണ്ടായിരിക്കണം. പിന്നെ ഹൈറ്റും വെയിറ്റും ഈ ഒരു ഏകദേശം ഒരു അളവിൽ നിൽക്കണം. അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ചെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു, ഹൈറ്റിൻ്റെ കാര്യം പറഞ്ഞു.
ഹൈറ്റ് വെയിറ്റ് പറഞ്ഞു. ഇത്രയാണ് മെഷർമെൻറ്റിൻ്റെ കാര്യത്തിൽ പറഞ്ഞത്, നിങ്ങളുടെ മെഷർമെൻറ്റ് ടെസ്റ്റിൽ വരുന്നത്. ഇനി അടുത്ത വീഡിയോയിലേക്ക് കടക്കാം, അടുത്ത സ്ലൈഡിലേക്ക് കടക്കാം. ഇനി എന്താണ് B1 കാറ്റഗറി? നിങ്ങൾക്ക് അറിയാവേണ്ട ഒരു മെയിൻ ഡൗട്ടാണ് B1 കാറ്റഗറി എന്നുള്ള കാര്യം. അപ്പം B1 കാറ്റഗറിയിൽ എന്തൊക്കെ ചെയ്താലാണ് നിങ്ങൾ ആ ഒരു എക്സാമിനേഷൻ ക്വാളിഫൈ ആവുന്നതെന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കാണും. അപ്പോൾ ആ B1 കാറ്റഗറി വരുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ കാൻഡിഡേറ്റ്സ് വിത്ത് സ്പെക്ടക്കിൾസ്. എന്തൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്? ഇതാണ് ആ കണ്ടീഷൻ, ആ നോട്ടിഫിക്കേഷനിൽ നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷനാണ്. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. കാൻഡിഡേറ്റ്സ് വിത്ത് സ്പെക്ടക്കിൾസ്, അതായത് സ്പെക്ടക്കിൾസ് ഉപയോഗിക്കുന്നവർ, അതായത് കണ്ണാടി ഉപയോഗിക്കുന്നവർക്ക് എന്താണ് ഈ ഒരു ജോബിലേക്ക് എന്താണ് അവർ ഫിസിക്കലി ഫിറ്റ് അല്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അതെല്ലാം നിങ്ങൾക്ക് എക്സാംസ് എടുത്ത് നോക്കിയാൽ അറിയാം. GD ആയിക്കോട്ടെ, ആർമി എക്സാമിനേഷൻ, കണ്ണിന് ഭയങ്കര പ്രത്യേകതയാണ് കേട്ടോ ഉള്ളത്. ഒരുപാട് കണ്ണിന് വേണ്ടി തന്നെ പ്രത്യേക തരം ടെസ്റ്റസ് അവർ എടുത്തു പറയാറുണ്ട്. കണ്ണിങ്ങനെ ആവാൻ പാടില്ല, കണ്ണിന് വിഷൻ ടെസ്റ്റ് വേണം, ബൈനോക്കുലർ ടെസ്റ്റ് കറക്റ്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യം കണ്ണിന് വേണ്ടി മാത്രമുണ്ട്. കാരണം വിഷൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് അവർ ഈ ഡിഫൻസ് എക്സാമിന് കണ്ണും അതുപോലെ തന്നെ കാലിൻ്റെ കാര്യങ്ങളും നമുക്ക് എന്താണ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് അത്രയും നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം. അതുകൊണ്ട് തന്നെ സ്പെക്ടക്കിൾസ് ഉപയോഗിക്കുന്നവർക്ക് എക്സാമിനേഷൻ ക്വാളിഫൈ ആവാൻ പറ്റത്തില്ല. കാരണം അവരുടെ പവർ കുറവായിരിക്കും, അല്ല എന്നുവെച്ചാൽ പവർ കൂടുതലാണ്, കണ്ണിൻ്റെ കാഴ്ച കുറവായിരിക്കും എന്നുള്ളൊരു കാര്യം അവിടെ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു എന്താണ് ആ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ കണ്ണാടി വയ്ക്കുന്നവരാണെങ്കിൽ പോലും അവർ പറയുന്ന ആ ഒരു ഡിസ്റ്റൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്വാളിഫൈ. അതായത് ഗ്ലാസ് വയ്ക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ കണ്ണാടി വയ്ക്കുന്നവരാണെങ്കിൽ പോലും അവർ പറയുന്ന ആ ഒരു 6/9 6/12 അങ്ങനെയുള്ള സംഭവം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു വിഷയമേ അല്ല. കാരണം നിങ്ങൾ സ്പെക്ടക്കിൾസ് വച്ചതായിക്കോട്ടെ വയ്ക്കാത്തതായിക്കോട്ടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ക്വാളിഫൈ ആവാൻ പറ്റും. പക്ഷേ അവരെടുത്ത് പറഞ്ഞിട്ടുണ്ട് സ്പെക്ടക്കിൾസ് ഉപയോഗിക്കുന്നവർ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഇഫ് യു ക്യാൻ ആ ഒരു ഡിസ്റ്റൻസ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തായാലും ക്വാളിഫൈ ആവുന്നതായിരിക്കും. അത് കഴിഞ്ഞ് കാൻഡിഡേറ്റ്സ് ഹാവിങ് എ ഫ്ലാറ്റ് ഫുട്ട്, ഇതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്ലൈഡ്സ് ഉണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ് എന്തൊക്കെയാണ് ആ ഒരു കണ്ടീഷൻ പാടില്ലാത്തത്. ഫ്ലാറ്റ് ഫുട്ട് ആവാൻ പാടില്ല, താഴത്തെ നിരപ്പുള്ള പാദം ആയിരിക്കരുത്, കാല് നമ്മുടെ താഴെ വയ്ക്കുമ്പോൾ ഫ്ലാറ്റ് ആവാൻ പാടില്ല. പിന്നെന്താണ് നോക്ക് ഉണ്ടാവരുത്. നോക്ക് എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാവാൻ പാടില്ല, സ്കിൻ ഐസിൻ്റെ കാര്യം പറയുന്നുണ്ട്. പിന്നെ എന്താണ് ബോഡി ഡിഫക്ട്സ്, മറ്റ് ബോഡിയുടെ എന്തെങ്കിലും ഡിഫക്ട്സ്, വലിയ ഇഞ്ചുറീസോ സർജറീസോ ഒക്കെ കഴിഞ്ഞിരിക്കുന്നത് അതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഇത് അവരൊന്നും എന്തില്ല ഡിസ്ക്വാളിഫൈഡ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കണ്ടീഷൻ ഉള്ളവർ എന്താണ് ഡിസ്ക്വാളിഫൈഡ് ആണെന്നാണ് പറയുന്നത്. സ്പെക്ടക്കിൾസ് വെച്ചിരിക്കുന്നവർ, അതുപോലെ ഫ്ലാറ്റ് ഫുട്ട് ഉള്ളവർ, നോക്നി ഉള്ളവർ, കളർ ബ്ലൈൻഡ്നെസ് ഉള്ളവർ, സ്ക്വിൻ ഐസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, മാറുകണ്ണെന്നൊക്കെ പറയുന്ന നമ്മുടെ കോങ്കണ്ണെന്നൊക്കെ പറയുന്ന കാര്യമാണ് സ്ക്വിൻ ഐസ്. നമ്മുടെ കണ്ണിൻ്റെ ഒരു കണ്ണ് മാത്രം വേറൊരു സൈഡിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ആ ഒരു സംഭവം. പിന്നെ ബോഡി ഡിഫക്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് എന്താണ് RPF റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ ഡിസ്ക്വാളിഫൈ ആയി പോകും. നമ്മൾ എന്ത് ചെയ്യത്തില്ല, അവർ എടുക്കത്തില്ല. അങ്ങനെ B1 കാറ്റഗറി എന്ന് പറയുന്നത് ഇത്രയും സംഭവങ്ങൾ മെയിൻ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് അവർ പറയുന്നത്. ഇത്രയും നമ്മുടെ കയ്യിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്വാളിഫൈ ആയിരിക്കണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡിലേക്ക് നമുക്ക് കടക്കാം. ഇനി അടുത്ത് വരുന്നത് എന്താണ്, ഫസ്റ്റ് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ എക്സാം എടുത്തു നോക്കിക്കോളൂ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വിഷൻ ടെസ്റ്റ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ കണ്ണിൻ്റെ കാഴ്ച അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആണ് അവരെന്ത് ചെയ്തിരിക്കുന്നത്, കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ വിഷൻ ടെസ്റ്റിൽ വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. വിഷൻ ടെസ്റ്റിൽ വരുന്നതാണ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ലോങ് ഡിസ്റ്റൻസ് വിഷൻ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കണ്ണാടി വയ്ക്കുന്നവർക്കായാലും അറിയായിരിക്കും. ലോങ് ഡിസ്റ്റൻസും ഉണ്ട്, ഷോർട്ട് ഡിസ്റ്റൻസും ഉണ്ട്. നമ്മുടെ ലോങ് ഡിസ്റ്റൻസും ഉണ്ട്, ഷോർട്ട് ഡിസ്റ്റൻസും ഉണ്ട്. അതിനൊരു പ്രത്യേകം ക്രൈറ്റീരിയ പറയുന്നുണ്ട്. 6/9 നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ പറ്റണം. അതായത് 6 മീറ്റർ ഡിസ്റ്റൻസിൽ നിന്ന് നമ്മൾ ചിലപ്പോഴൊക്കെ ഇങ്ങനെ കണ്ണിലൊക്കെ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ കണ്ണ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അറിയാമല്ലോ, ഒരിടത്ത് ഇരുന്നിട്ട് ഒരു ബോർഡ് അവിടെ ദൂരെ വെച്ചിരിക്കും. നമ്മൾ ആ ഒരു ഡിസ്റ്റൻസിൽ വായിക്കണം, അത്രയും ലെറ്റേഴ്സൊക്കെ വായിക്കണം. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചില ഹോസ്പിറ്റൽസിൽ അല്ലെങ്കിൽ ഐ ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് അറിയായിരിക്കും. അപ്പോൾ ആ ഒരു സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ പറയുന്നത് വിഷൻ ടെസ്റ്റ് ആയിട്ട് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് 6 മീറ്റർ ഡിസ്റ്റൻസിൽ, ഞാൻ ഇവിടെ നിൽക്കുകയാണെങ്കിൽ 6 മീറ്റർ ഡിസ്റ്റൻസിൽ ഒരെന്ത് ചെയ്തിരിക്കുന്ന ഒരു വാളിൽ അവരെന്ത് ചെയ്യും, ഫിക്സ് ചെയ്തിരിക്കും. ആ വാളിൽ നമ്മൾ എന്ത് ചെയ്യും, നോക്കി പറയണം. ആ ഒരു കാര്യമാണ് പറയുന്നത്. അതിൽ 9 ഇഞ്ച് ലെറ്റർ വായിക്കാൻ പറ്റണം. ആര്, റൈറ്റ് ഹാൻഡേഴ്സ്. ഞാനൊക്കെ ഇപ്പം എന്താ റൈറ്റ് ഹാൻഡേഴ്സ് ആണ്. നിങ്ങളിൽ ചിലരെന്താണ് ഇനി ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ഉള്ളവർക്ക് എന്താണ് 6/12 വായിക്കണം. അതായത് 6 മീറ്റർ ഡിസ്റ്റൻസിൽ നിന്ന് 12 ഇഞ്ച് ലെറ്റർ വായിക്കണം. അവർ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആണെങ്കിൽ. നമ്മൾ റൈറ്റ് ഹാൻഡേഴ്സ് ആണെങ്കിൽ നമുക്ക് ഏതാണ് വായിക്കേണ്ടത്,
നമുക്ക് 6/9 ആയിരിക്കണം. 6/9ൻ്റെ ലെറ്റേഴ്സ് ആയിരിക്കും വായിക്കാനുള്ളത്. അതായത് 6 മീറ്റർ ഡിസ്റ്റൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. 9 എന്ന് പറയുന്നത് എത്ര ഇഞ്ച് ഓഫ് ലെറ്റേഴ്സ് ആണ്, ആ ലെറ്ററിൻ്റെ ഇഞ്ചസിനെയാണ് പറയുന്നത്. അതാണ് ലോങ് ഡിസ്റ്റൻസ് വിഷനിൽ പറയുന്നത്. ലെഫ്റ്റ് ഹാൻഡിനാണെങ്കിൽ 6/12ഉം റൈറ്റ് ഹാൻഡേഴ്സിനാണെങ്കിൽ 6/9ഉം ആണ് പറയുന്നത്. ഇനി അടുത്ത ഷോർട്ട് ഡിസ്റ്റൻസ് വിഷൻ ആണെങ്കിൽ 0.6. രണ്ടുപേർക്കും എന്താണ് 0.6. ഷോർട്ട് ഡിസ്റ്റൻസ് ഒന്ന് അടുത്തുള്ള സംഭവത്തിനെ കാണാൻ പറ്റുന്നതിൽ 0.6 എന്നുള്ള രീതിയിലാണ് പറയുന്നത്. 0.6ൻ്റെ ഇത് കാണണം നിങ്ങൾ. SN 0.6 എന്ന് പറയുന്ന ആ ഒരു അളവ് നിങ്ങൾ കണ്ടിരിക്കണം എന്നുള്ള രീതിക്കാണ് പറയുന്നത്. 0.6 ആയിരിക്കണം. ഇതപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതാണ് വിഷൻ ടെസ്റ്റ്. ഫസ്റ്റ് വിഷൻ ടെസ്റ്റ് ഇത് ക്വാളിഫൈ ആയാൽ നിങ്ങൾ ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് എന്ത് ചെയ്തു കഴിഞ്ഞു എന്ന് തന്നെ വിചാരിക്കാം. നിങ്ങൾക്ക് ഏറ്റവും മെയിനായിട്ടുള്ളൊരു സ്റ്റെപ്പാണ് ഇത് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. നമ്മൾ ഇത്രയും ഡിസ്റ്റൻസിൽ ഇരുന്നിട്ട് നമുക്ക് ഒരു ദൂരെ ഒരു ബോർഡ് വെച്ചിരിക്കും, അതിൽ ആൽഫബറ്റ്സ് അല്ലെങ്കിൽ നമ്പേഴ്സ് കൊടുത്തിരിക്കും, നമ്മളെടുത്ത് വായിക്കാൻ പറയും. ഈ ടെസ്റ്റ് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇതിൽ കണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും 6/9 എന്ന് പറയുന്നത് കണ്ടോ, ഈ ലെറ്റേഴ്സ് ആണ്. ഇതിപ്പം നിങ്ങൾക്ക് ഇതിൽ കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര അടുത്തായിട്ട് തോന്നും. പക്ഷെ നമ്മൾ ആ 6 മീറ്റർ ഡിസ്റ്റൻസിലൊക്കെ വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നാം. അപ്പം ഇതാണ് 6/9. റൈറ്റ് ഹാൻഡേഴ്സിനാണെങ്കിൽ 6/9ഉം ലെഫ്റ്റ് ഹാൻഡേഴ്സിനാണെങ്കിൽ 6/12. ഇതിനേക്കാൾ മുകളിലാണ് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് ഒന്നും കൊടുക്കരുത്. അങ്ങനത്തെ മണ്ടത്തരൊന്നും കാണിക്കരുത്. നിങ്ങളുടെ ഒറിജിനൽ ആയിട്ടുള്ള നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് ആണോ ലെഫ്റ്റ് ഹാൻഡ് ആണോ നിങ്ങളുടെ കണ്ണിൻ്റെ പവർ അതനുസരിച്ചിട്ടായിരിക്കും. റൈറ്റ് ഐൻ്റെ പവർ ആയിരിക്കും നിങ്ങൾക്ക് നോക്കുന്നത്. റൈറ്റ് ഹാൻഡേഴ്സിനാണെങ്കിൽ. ലെഫ്റ്റിനാണെങ്കിൽ ലെഫ്റ്റ് ഐൻ്റെ പവർ ആയിരിക്കും നോക്കുന്നത്. അങ്ങനത്തേക്ക് കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളിത് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ ഒരു എന്ത് ചെയ്യുക, അടുത്ത് തന്നെ ഒരു ഹോസ്പിറ്റലിലൊക്കെ പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഏതുവരെയൊക്കെ കാണാൻ പറ്റുമെന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയാണ് പറയുന്നത്. 6/9ഉം ലെഫ്റ്റ് ഹാൻഡേഴ്സിനാണെങ്കിൽ 6/12. ഈ ഒരു ഡിസ്റ്റൻസിലുള്ള ലെറ്റേഴ്സ് വായിക്കാൻ പറ്റണം. ആ ഒരു കാര്യമാണ് പറയുന്നത്. അതിന് ശേഷവും ഉണ്ട്. ഇതൊക്കെ എന്താണ് 6/6 ആണ്. ആരുടെ നമ്മുടെ ALPക്കാർക്കൊക്കെ 6/6 പവർ ഉണ്ടായിരിക്കണമെന്നൊക്കെ പറയും. അതൊക്കെ എന്താണ് രണ്ട് കണ്ണിൽ കൂടെ നോക്കുമ്പോൾ 6/6 ഒക്കെ ഉണ്ടായിരിക്കണം. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ALP ഒക്കെ പാസ്സാവുന്നവർക്ക്. അതൊക്കെ ഡീറ്റെയിൽഡ് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം അത് നോക്കാൻ വേണ്ടി. അടുത്തുള്ള ഹോസ്പിറ്റൽസിലൊക്കെ പോയി ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തൊക്കെ നോക്കണം ഇടയ്ക്കൊക്കെ. ഒരു എക്സാം അടുക്കാറാവുമ്പോൾ ഇനി അടുത്ത് വരുന്നത് അതർ ഐ റിക്വയർമെൻറ്റ്സ് ആണ്. അതർ ഐ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ അതർ ഐ റിക്വയർമെൻറ്റ്സ്, അതായത് ഇതല്ലാണ്ട് നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതായത് വിഷൻ ടെസ്റ്റിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ആ വിഷൻ ടെസ്റ്റിൽ തന്നെ അതർ റിക്വയർമെൻ്റ് ആയിട്ട് അവർ പറഞ്ഞു. പിന്നെ എന്താണ് 4D വിഷൻ. 4D ഗ്ലാസസ് വയ്ക്കുന്നവർക്ക് ഉറപ്പായിട്ടും ഇത് ചെയ്യാൻ പറ്റത്തില്ല. 4D ലെവൽ ഓഫ് പവർ ആണുള്ളതെങ്കിൽ അതൊരിക്കലും നിങ്ങൾ ക്വാളിഫൈഡ് അല്ല. പവർ എത്രയും കുറഞ്ഞായിരിക്കണം ഇരിക്കേണ്ടത്. പിന്നെ ഈ പറഞ്ഞല്ലോ 6/9ഉം 6/12 എന്നുള്ള ഒരു കണ്ടീഷൻ പറഞ്ഞായിരുന്നു. അതെന്താണ്, നിങ്ങളിപ്പോൾ കണ്ണാടി വയ്ക്കുന്നവരാണെങ്കിൽ പോലും അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റും എന്നുള്ള കാര്യമാണ് പറയുന്നത്. പിന്നെ ഇനിയുള്ള അതർ ഐ റിക്വയർമെൻറ്റ്സ് എന്താണെന്ന് നോക്കിയാൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം വേണം നിങ്ങൾക്ക്. കളർ വിഷൻ വേണം, മീസോപ്പിക് വിഷൻ വേണം, നൈറ്റ് വിഷൻ ടെസ്റ്റിൽ പാസ്സാവണം, ബൈനോക്കുലർ വിഷനിൽ പാസ്സാവണം. ഇത്രയും ഐ ടെസ്റ്റാണ് അവിടെ നടക്കുന്നത്. നിങ്ങൾ അത് ശ്രദ്ധിച്ചു നോക്കണം അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രയാണെന്ന്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ബൈനോക്കുലർ വിഷൻ. ബൈനോക്കുലർ വിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു സംഭവം കണ്ണിൽ വെച്ചിട്ട് ചെയ്തവർക്ക് അറിയായിരിക്കും. ഒരു കണ്ണ് അടച്ചു വെച്ചിട്ട് ആ ഒരു സാധനത്തിനെ നോക്കുക. അതായത് ഒരേ സംഭവം നമ്മുടെ കണ്ണ് അടച്ചു വെച്ച് നോക്കുമ്പോൾ, ഒരു കണ്ണ് അടച്ചു വയ്ക്കുമ്പോൾ കാണുന്ന കാര്യവും അടുത്ത കണ്ണ് അടച്ചു വെച്ചിട്ട് നോക്കുന്നതും സെയിം ആയിരിക്കണം. രണ്ട് സാധനങ്ങളും സെയിം സാധനമാണോ നമ്മൾ കാണുന്നത് എങ്കിൽ നമുക്ക് എന്താണ് ബൈനോക്കുലർ വിഷൻ കറക്റ്റ് ആണ്. അതായത് ലെഫ്റ്റ് ഐസ് ആയാലും റൈറ്റ് ഐസ് അടച്ചു വെച്ച് നോക്കിയാലും സെയിം ഇമേജ് ആണ് കാണുന്നതെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് ബൈനോക്കുലർ ടെസ്റ്റ് പാസ്സാവും. അങ്ങനെയുള്ള കാര്യമാണ് പറയുന്നത്. അതാണ് ബൈനോക്കുലർ വിഷൻ. ഒരു കണ്ണടച്ച് വെച്ചിട്ട് കാണുന്ന സംഭവങ്ങളെല്ലാം രണ്ട് കണ്ണിലും കൂടെ കാണുന്നത് സെയിം ആയിരിക്കണം. പക്ഷെ രണ്ട് ടൈമിലാണ് നോക്കുന്നതെന്ന് മാത്രം. അതാണ് ബൈനോക്കുലർ ടെസ്റ്റ് എന്ന് പറഞ്ഞ് കാണുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഇനിയും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അടുത്തുള്ള ഹോസ്പിറ്റൽസിൽ പോയിട്ട് ഇങ്ങനത്തെ നിങ്ങൾ ആ ഒരു സമയം എത്തുമ്പോൾ, അതായത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഒക്കെ പാസ്സായി കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് മെഡിക്കലൊക്കെ ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പോവാം. വേണമെങ്കിൽ ഇപ്പോഴേ ചെക്ക് ചെയ്ത് വെച്ചാലും ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ബൈനോക്കുലർ വിഷൻ ചെയ്തു തരാൻ പറഞ്ഞാൽ അവർ ചെയ്തു തരാം. അത് കഴിഞ്ഞിട്ട് ഏതാണ് കളർ വിഷൻ ടെസ്റ്റ് ആണ്. കളർ വിഷൻ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അത് കുറച്ച് കാര്യങ്ങളുണ്ട്. കളർ വിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നത് ഒരു ഇമേജ് തന്നിരിക്കും, അതിൽ കളർ ബ്ലൈൻഡ്നെസ് അറിയാൻ വേണ്ടി ആ ഒരു സാധനത്തിൻ്റെ അകത്ത് ഉള്ള കളർ സെയിം ആണോ, അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യം പറയും. അപ്പോൾ അത് അവിടെ അങ്ങനെ നിൽക്കട്ടെ. ഇനി അടുത്ത് വരുന്നത് മീസോപ്പിക് വിഷൻ എന്ന് പറഞ്ഞ സംഭവമാണ്. മീസോപ്പിക് വിഷൻ എന്ന് പറഞ്ഞാൽ
ഇതാണ് മീസോപ്പിക് വിഷൻ എന്ന് പറഞ്ഞാൽ റോഡും കോണും എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ ഡേ ടൈമിൽ കാണുന്ന നമ്മുടെ കാഴ്ചയും അതുപോലെ നൈറ്റ് ടൈമിൽ കാണുന്ന കാഴ്ചയും നമുക്ക് ഒരേ സമയം തന്നെ കാണാൻ പറ്റുന്നുണ്ടോ, അതായത് നൈറ്റിൽ നമുക്കൊരു ഇതുണ്ട്, അതാണ് റോഡെന്നും പറഞ്ഞും കോണെന്ന് പറഞ്ഞുകൊണ്ട് ഫോട്ടോപിക് വിഷനും സ്കോട്ടോപിക് വിഷനും. ആ രണ്ട് കാഴ്ചയും നമ്മുടെ കണ്ണിൽ ഒരേ ടൈമിൽ ഉണ്ടാവുമോ എന്നുള്ള ഒരു കാര്യമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾ എന്താണ് നമുക്ക് കാണാൻ പറ്റും ഉറപ്പായിട്ട്. നമ്മളിപ്പോൾ ഇരുട്ടിലൂടെയൊക്കെ നടക്കുന്നതോ നമുക്ക് അങ്ങനെയല്ല, ഇരുട്ടിലൂടെ ആയാലും നമുക്ക് എന്ത് ചെയ്യും ആ ഒരു കാര്യത്തിന് ഒബ്സർവ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഡാർക്ക് ഒരു സെൻസിലാണെങ്കിൽ പോലും, ഡാർക്ക് ഒരു സ്കൈ ലൈറ്റിലാണെങ്കിൽ പോലും നമുക്ക് കാണാൻ പറ്റുന്നുള്ള ഒരു വിഷനെ കുറിച്ചാണ് അവർ പറയുന്നത്. അതിപ്പോൾ സ്കൈ ലൈറ്റിലായാലും അതുപോലെ തന്നെ ഡേ ലൈറ്റിലായാലും ആ ഒരു ചേഞ്ചസിനെ കുറിച്ചാണ് പറയുന്നത്. എന്തായാലും എല്ലാവർക്കും അത് ക്വാളിഫൈ ആവാൻ പറ്റും. അതാണ് മീസോപ്പിക് വിഷൻ. രണ്ട് ഡേ ലൈറ്റും നൈറ്റ് ലൈറ്റിൻ്റെയും ആ ഒരു വിഷൻ ക്ലിയറൻസ് ടെസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് പറയുന്നത് ഹ്യൂമൻ വിഷ്വലിൽ രണ്ട് ലൈറ്റും നമ്മുടെ കണ്ണിൽ പാസ്സായിരിക്കണം, നമ്മുടെ രണ്ട് കണ്ണുകളിലും ആ ഒരു ക്ലാരിഫൈ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. അത് കഴിഞ്ഞ് നൈറ്റ് വിഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ടെസ്റ്റ് ഉണ്ട്. മീസോപ്പിക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ടും ഡേ ലൈറ്റിൻ്റെയും നൈറ്റ് ലൈറ്റിൻ്റെയും ടെസ്റ്റിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ക്വാളിഫൈ ആവണം. രണ്ട് ലൈറ്റ് നിങ്ങളുടെ കണ്ണിൽ കൂടെ കാണുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് അവിടെ പറയുന്നത്. നൈറ്റ് വിഷൻ ആണെങ്കിൽ നൈറ്റ് വിഷൻ മാത്രം. ഇപ്പോൾ നമുക്കൊരു ഇമേജ് തന്നിരിക്കും, ഒരു ബ്ലർഡ് ആയിട്ടുള്ള ഒരു ഇമേജ് തന്നിരിക്കും. അല്ല ആ ഒരു നൈറ്റ് ലൈറ്റ് ആയിരിക്കും. ആ ലൈറ്റിൽ നമുക്ക് ദൂരെ നിൽക്കുന്ന ആ ഒരു സാധനത്തിന് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഈ നൈറ്റ് ലൈറ്റ് വിഷനിൽ പറയുന്നത്. ഒരു ഇമേജ് ബ്ലറായിട്ട് തന്നിരിക്കും, അതിൽ ഇപ്പോൾ നൈറ്റ് ലൈറ്റിൻ്റെ ഒരു ലൈറ്റിങ് കൊടുത്തിരിക്കും, ഒരു ഇങ്ങനത്തെ ഒരു ഗ്രേ എഫക്റ്റ് അല്ലെങ്കിൽ ഗ്രീനിഷ് എഫക്റ്റ് കൊടുത്തിട്ട് ദൂരെ നിൽക്കുന്ന സാധനം എന്താണെന്ന് തിരിച്ചറിയാം, ഐഡന്റിഫൈ ചെയ്യാൻ പറയും. അങ്ങനെ ഒരു ടെസ്റ്റാണ് നൈറ്റ് വിഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ടെസ്റ്റുകളാണ് അതർ ടെസ്റ്റ് ആയിട്ട് വരുന്നത്. ഇതൊക്കെ ഹോസ്പിറ്റലിൽ പോയി അവരല്ലാതെ തന്നെ ചെയ്തു തരുന്ന കാര്യങ്ങളാണ്. അതൊക്കെ നിങ്ങൾക്ക് ആ സമയമാകുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് അതിൽ വരുന്നത്. ഇതിൽ ഞാൻ പറഞ്ഞു കളർ വിഷനാണ്, ഈ കളർ ബ്ലൈൻഡ്നെസ് ടെസ്റ്റിനെയാണ് കളർ വിഷൻ ടെസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ പറഞ്ഞില്ലേ കളർ വിഷൻ ടെസ്റ്റ് ഉണ്ടെന്ന്, അത് തന്നെയാണ് ഇവിടെ കാണുന്ന കളർ ബ്ലൈൻഡ്നെസ് ടെസ്റ്റ്. നമ്മുടെ വിഷൻ കറക്റ്റ് ആണോ നിങ്ങൾക്ക് ഇപ്പം സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. വാട്ട് പീപ്പിൾ വിത്ത് റെഗുലർ വിഷൻ സി. നമുക്ക് റെഗുലർ വിഷൻ സി നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഗൂഗിളിലൊക്കെ അടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇങ്ങനത്തെ കുറച്ച് ക്രൈറ്റീരിയാസ് വരാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തുണ്ട് ഈ ഒരു കളറിൽ, അതായത് റെഡ് ഗ്രീൻ കോമ്പിനേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഗ്രീനിൻ്റെ അകത്ത് ഇവിടെ കണ്ടോ 25 എന്ന് പറഞ്ഞൊരു ലെറ്റർ എഴുതിയിരിക്കുന്നത്, അത് കാണാൻ പറ്റുന്നുണ്ടോ? ആ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നോർമൽ വിഷൻ, നിങ്ങൾക്ക് നല്ല വിഷനാണുള്ളത്. അതേസമയം അത് കാണാൻ പറ്റുന്നില്ല. ഇതിലെന്താ 29 എന്ന് പറഞ്ഞൊരു ലെറ്റർ ആണുള്ളത്, 29 എന്ന് പറഞ്ഞ നമ്പറാണുള്ളത്. കണ്ടോ 29 എന്ന് പറഞ്ഞാൽ ഈ നമ്പർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇതിനെയാണ് കളർ ബ്ലൈൻഡ്നെസ് ടെസ്റ്റ് അല്ലെങ്കിൽ കളർ വിഷൻ ടെസ്റ്റ്. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ എന്താണ് വാട്ട് റെഡ് ഗ്രീൻ കളർ ബ്ലൈൻഡ് പീപ്പിൾ. നിങ്ങൾക്ക് ഒരു കളറെങ്കിലും ബ്ലൈൻഡ് ആണെങ്കിൽ, അതായത് ഇപ്പോൾ ഗ്രീൻ കളർ ചിലരുടെ കണ്ണിന് എന്താണ് ചില കളേഴ്സ് കണ്ണിൽ കാണാൻ പറ്റാറില്ല, അതിനെയാണ് ബ്ലൈൻഡ് കളറിങ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ റെഡ് ഗ്രീൻ കോമ്പിനേഷൻ എന്ത് ചെയ്യുന്നില്ല, കാണാൻ പറ്റുന്നവരാണെങ്കിൽ ഇപ്പോൾ നമുക്കിവിടെ 29 കണ്ടു, കാണാത്തവർക്ക് എന്താണ് ഇവിടുത്തെ ആ ഒരു ലെറ്റർ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കാണാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനത്തെ ആ ഒരു വിഷൻ ടെസ്റ്റിനെയാണ് പറയുന്നത്. ഇവിടെ കണ്ടോ 56 ഉണ്ട്, 56 ഉണ്ട്. ഇവിടെ എന്താ ഇവിടെ 8 ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം കണ്ണ് കാണാത്തവരാണെങ്കിൽ ഇവിടെ 8 ഉണ്ടെന്ന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തിരിച്ചറിയാൻ പറ്റത്തില്ല. ഇവിടെ എന്തായിരിക്കും അവർക്ക് ബ്ലാങ്ക് ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ കുറേ ടെസ്റ്റുകളാണ് നമ്മൾ എന്താ പറയുക ഇതിലൊക്കെ കണ്ടോ ഓരോ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഓരോരോ കളേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പം ബ്ലൂ ഗ്രീനിലാണെങ്കിൽ ഗ്രേയുടെ കളറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ള രീതിയിലുള്ള കളർ ബ്ലൈൻഡ്നെസ് ടെസ്റ്റ് ആയിരിക്കും അവരെന്ത് ചെയ്യുന്നത് നടത്തുന്നത്. ഇത്ര ഒരു ഇമേജ് തന്നിട്ട് അതിൻ്റെ അകത്തുള്ള നമ്പേഴ്സോ അല്ലെങ്കിൽ അതിനകത്തുള്ള സിമ്പിൾസോ ഫിഗേഴ്സോ എന്തെങ്കിലും കളർ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനോ ഇങ്ങനെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് പോലെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു കളർ ബ്ലൈൻഡ്നെസ് ടെസ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. വാട്ട് പീപ്പിൾ വിത്ത് റെഗുലർ വിഷൻ സി ആണ് ഇവിടെ പറയുന്നത്. റെഡ് ഗ്രീൻ കളർ ബ്ലൈൻഡ് പീപ്പിൾ സി ആണ് ഇപ്പുറത്ത് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഗൂഗിൾ കയറിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക എന്താണ് കളർ ബ്ലൈൻഡ്നെസ് ടെസ്റ്റിൻ്റെയൊക്കെ ഇമേജസ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയാണ് കളർ ബ്ലൈൻഡ്നെസ് ടെസ്റ്റിൽ വരുന്നത്. ഇനി അടുത്ത് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് സ്ക്വിൻഡ് ഐസ് ഉണ്ടാവരുതെന്ന് പറഞ്ഞു. സ്ക്വിൻഡ് എന്ന് പറയുമ്പോൾ എന്താണ് മാറുകണ്ണ് അല്ലെങ്കിൽ നമ്മുടെ ഈ കോങ്കണ്ണെന്നൊക്കെ പറയും. നമ്മൾ ഒരു കണ്ണെന്തായിരിക്കും നേരെയുള്ള വിഷനായിരിക്കും, മറ്റേ കണ്ണെന്തായിരിക്കും നമ്മുടെ ഈ ഒരു ഇതിനോട് ചേർന്നിട്ടിരിക്കുന്നത്, നമ്മുടെ കൺപോളായിട്ട് ചേർന്നിരിക്കുന്ന കോർണിയോട് ചേർന്നിരിക്കുന്നതിനെയാണ് പറയുന്നത്. ഒരു കണ്ണ് നേരെ വിഷൻ ചെയ്യും, മറ്റേ കണ്ണെന്തായിരിക്കും കുറച്ച് സൈഡ് മാറ്റമായിട്ടൊക്കെ വരുന്നത്. അങ്ങനത്തെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സ്ക്വിൻഡ് ഐസ് ഉള്ളവർക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എക്സാം ക്വാളിഫൈ ആവാൻ പറ്റത്തില്ല. കാരണം ഈ ഒരു ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. ഇപ്പോൾ എത്രയൊക്കെ സർജറി കഴിഞ്ഞാലും ചിലപ്പോൾ മാറുന്നവരുണ്ട്, ബട്ട് സ്റ്റിൽ എന്താണ് ആ ഒരു പ്രശ്നം കാണിക്കുന്നവരുണ്ട്, അത് മനസ്സിലാവുന്നവരുണ്ട്.
അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത്രയും മുന്നേ ഒക്കെ സർജറി ചെയ്ത് ട്രീറ്റ് ചെയ്തിരിക്കണം. അങ്ങനെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഹോസ്പിറ്റലിൽ ചെന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് അറിയായിരിക്കും, നോർമലി സ്കിൻ ഡൈസ് ഉള്ളവർക്ക് തന്നെ മനസ്സിലാവാറുണ്ട് ആ ഒരു ചേഞ്ച്, രണ്ട് കണ്ണിൻ്റെയും ഡിഫറൻസ് മനസ്സിലാവാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി എടുത്തിട്ട് അവരെന്ത് ചെയ്യത്തില്ല, ക്വാളിഫൈ ആവത്തില്ല. സ്കിൻ ഡൈസ് ഉള്ളവർ ഒരിക്കലും ഈ എക്സാമിനേഷൻ ക്വാളിഫൈ ആവാൻ പറ്റത്തില്ല. അവരുടെ വിഷൻ എന്താണ്, ബൈനോക്കുലറായിട്ട് 2 വിഷൻ കാണിക്കും. അതുകൊണ്ടാണ് ഡബിൾ ഇമേജ് ഒക്കെ കാണിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പറ്റില്ല എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന അടുത്ത കാര്യം. അപ്പോൾ ഇത്രയാണ് വിഷൻ ടെസ്റ്റിൽ വന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണും, വിഷൻ ടെസ്റ്റിൽ സ്കിൻ ഡൈസ് ഉണ്ടായിരുന്നു, പിന്നെ എന്താണ് കളർ ബ്ലൈൻഡ്നെസ് ടെസ്റ്റ് പറഞ്ഞിരുന്നു, അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ലോ. ബൈനോക്കുലർ വിഷൻ, കളർ വിഷൻ, മീസോപ്പിക് വിഷൻ, നൈറ്റ് വിഷൻ, ഇത്രയും ടെസ്റ്റൊക്കെ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു എക്സാം ക്വാളിഫൈ ആവുന്നതാണ്. ഓക്കെ, അടുത്തപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നോക്നിയെ പറ്റിയിട്ടാണ് പറഞ്ഞിരുന്നത്. അപ്പം നോക്നി എന്ന് പറഞ്ഞാൽ എല്ലാ ടെസ്റ്റുകളിലും, ഇപ്പോൾ GD എടുത്ത് നോക്കട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ആർമി എക്സാമിനേഷൻസ് എടുത്ത് നോക്കിയാൽ നോക്നി ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് പറയുന്നത്. ഇപ്പം നോർമൽ ലെഗ്സ് ഉള്ളവരുണ്ട്. ഇതിപ്പോൾ ഈ ഒരു ഫിഗർ എന്ന് പറഞ്ഞാൽ ഇത് നോക്നി ഫിഗറാണ്. നോർമൽ, ഇത് ക്ലിയർ ആണോ എന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഈ ഒരു ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഇതെന്താണ് നോർമൽ. നമ്മുടെ ലെഗ് വയ്ക്കുമ്പോൾ നമുക്ക് എന്താണ് ഒരു ബെൻഡിങ്ങോ അല്ലെങ്കിൽ ഔട്ട്വേർഡായിട്ട് തള്ളി നിൽക്കുകയോ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒട്ടിയിരിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യാണ്ട് ഒരു ഗ്യാപ്പ് ഉണ്ട് നിങ്ങളുടെ കാലിൻ്റെ ഇടയ്ക്ക്. ആ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ, ഈ ഒരു ഗ്യാപ്പ് നിങ്ങൾ കാണുന്നുണ്ടോ, ഈ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഇവിടെ കണ്ടോ, ഈ നോർമൽ ലെഗിൽ ഇങ്ങനെ ഒരു കറക്റ്റ് ഗ്യാപ്പാണുള്ളെങ്കിൽ നിങ്ങൾ എന്താണ്, നോർമൽ ലെഗാണ്. നിങ്ങളുടെ ലെഗ് എന്താണ്, നല്ല ഹെൽത്തി ലെഗ് ആണെന്നുള്ള രീതിക്കാണ് അവർ എന്ത് ചെയ്യുന്നത്, ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതാണ് നോർമൽ ലെഗ്. അങ്ങനെയുള്ളവർ മാത്രമേ പാസ്സാവത്തുള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ ഒരു ഔട്ട്വേർഡ് പൊസിഷനിലേക്ക് തള്ളി നിൽക്കുക, ഇങ്ങനെ ബോ ലെഗ്ഡ് ആയിട്ടിരിക്കാണ്ടോ, ഇങ്ങനെ പുറത്തോട്ടൊരു ഉന്തൽ, ഇങ്ങനെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, പുറത്തോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വളഞ്ഞാണ് ഇരിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം, നോക്നി ഉള്ളവരാണ്. അവരെന്ത് ചെയ്യത്തില്ല, ക്വാളിഫൈ ആവത്തില്ല. അതുപോലെ തന്നെ എന്ത് ചെയ്യും, കുറച്ചും കൂടെ ഒട്ടി നമ്മുടെ ബോഡിയിലോട്ട്, എന്ന് വെച്ചാൽ തുടയൊക്കെ ഇങ്ങനെ എന്താണ് കുറച്ചും കൂടെ അടുത്തോട്ട് ചേർന്ന് തുട ഒട്ടിയാണ് ഇരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യത്തില്ല, അവരും എന്ത് ചെയ്യത്തില്ല, ക്വാളിഫൈ ആവത്തില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും, ഇങ്ങനെ നോക്നീഡാണ് ഇവരൊക്കെ. ഇതും നോക്നിയാണ്. കാരണം അവർക്ക് എന്താണ്, ഇതിൻ്റെ കാലിൻ്റെ ഇടയ്ക്ക് കറക്റ്റ് സ്പേസ് അല്ല ഉള്ളത്. കാലിൻ്റെ ആ ഒരു നടുഭാഗം തൊട്ട് താഴെ വരെ എന്താണ് കറക്റ്റ് സ്പേസ് അല്ല ഉള്ളത്. അതുകൊണ്ടാണ് ആ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും എന്തെത്തില്ല, ക്വാളിഫൈ ആവത്തില്ല. ഇവർ മാത്രം നോർമൽ ലെഗ്സ്, കാലിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉള്ളവർ മാത്രമേ ക്വാളിഫൈ ആവത്തുള്ളൂ. അതിപ്പോൾ GD എടുത്ത് നോക്കിയാലും RPF എടുത്ത് നോക്കിയാലും ആർമി എക്സാമിനായാലും നോക്നി വരാൻ പാടില്ല. കറക്റ്റ് ലെഗ് പൊസിഷനിങ് ആയിരിക്കണം, കറക്റ്റ് ഗ്യാപ്പ് ആ ഒരു നമ്മുടെ തൊടഭാഗം തൊട്ട് തൈസ് തൊട്ട് താഴെ വരെ എന്ത് ചെയ്യണം, ലെഗ് പോർഷൻ വരെ നമുക്ക് ആ ഒരു ഗ്യാപ്പ് കറക്റ്റ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, ക്വാളിഫൈ ആവത്തുള്ളൂ. അതാണ്. അപ്പം നോക്നി ഉണ്ടാവാൻ പാടില്ല എന്നുള്ള കാര്യമാണ് അവിടെ പറയുന്നത്. അപ്പം നോക്നി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത് ഫ്ലാറ്റ് ഫൂട്ടിനെ പറ്റിയാണ് പറയുന്നത്. ഫ്ലാറ്റ് ഫൂട്ട് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെയും പറഞ്ഞു, നമ്മുടെ ലെഗ് ഉണ്ടല്ലോ താഴെ വെക്കുമ്പോൾ നമ്മൾ എന്താണ് ഫ്ലാറ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അവരെന്ത് ചെയ്യത്തില്ല, ക്വാളിഫൈ ആവത്തില്ല. റോങ് ആണ്. അവരുടെ കാലിന് എന്ത് ചെയ്യണം, ഒരു വളവ്, ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു എന്താണ് ബെൻഡിങ് ഉണ്ടായിരിക്കണം കാലിൻ്റെ ആ ഭാഗത്ത്. ഈ കാണുന്നുണ്ടായിരിക്കും, ഇതേ കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഭാഗം, ഒരു റാ പോലെ ഒരു ഭാഗം, ഇങ്ങനെ കാലിൻ്റെ അവിടെ നിന്ന് ഒരു ബോയിങ് ഷേപ്പിൽ റാ പോലൊരു ഭാഗം ഉണ്ടായിരിക്കണം. അല്ല അത് ഫ്ലാറ്റ് ആയി കഴിഞ്ഞാൽ, ഇങ്ങനെ പോലെ ഫ്ലാറ്റ് ആയിട്ടാണ് പോകണമെങ്കിൽ എന്ത് ചെയ്യത്തില്ല, അവരെന്ത് ചെയ്യത്തില്ല, ക്വാളിഫൈ ആവത്തില്ല. ഫ്ലാറ്റ് ഫൂട്ട് ഉള്ളവർ ക്വാളിഫൈ ആവത്തില്ല. അതേസമയം ഹെൽത്തി ഫൂട്ട്, അതായത് ആ ഒരു റാ ഷേപ്പിൽ വളഞ്ഞിരിക്കണം, അതായത് ഇവിടെ കണ്ടോ ഇങ്ങനെ ഒരു വളവ് വന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യത്തുള്ളൂ, ക്വാളിഫൈ ആവത്തുള്ളൂ. അതാണ് നമ്മൾ പറയുന്നത്. ഫ്ലാറ്റ് ഫൂട്ട് ഉള്ളവരൊന്നും എന്ത് ചെയ്യത്തില്ല, ക്വാളിഫൈ ആവത്തില്ല. അവർക്ക് ആ ഒരു ബെൻഡിങ് ഇല്ല എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യത്തില്ല, ക്വാളിഫൈ ആവത്തില്ല. അപ്പോൾ അതാണ് ഫ്ലാറ്റ് ഫൂട്ടിനെ പറ്റി പറയാനുള്ള. ഇതെന്താണ്, GD എക്സാമിനേഷനും ഉണ്ട്, എല്ലാ എക്സാമിനേഷനും ഇത് നോക്കുന്നതാണ്. കാരണം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്ലാറ്റ് ഫൂട്ട് ഉണ്ടാവുക അല്ലെങ്കിൽ നോക്നി ഉണ്ടാവുക, ഇവർക്കൊന്നും എന്ത് ചെയ്യത്തില്ല, കുറേ നേരം നിന്ന് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ജോലി ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ, ഇത് ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ഡിഫൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും എന്ത് ചെയ്യുന്ന, ഒരുപാട് സമയം ഇങ്ങനെ ഓടി നടക്കുക, അല്ലെങ്കിൽ നമുക്ക് അത്രയും ഫിസിക്കലി നമ്മൾ അത്രയും എഫക്റ്റീവായിട്ട് നിന്ന് ജോലി ചെയ്യേണ്ട ആൾക്കാരാണ്. നിന്നൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് ഇതുണ്ട്. പക്ഷേ ഇവർക്ക് ഇങ്ങനെ ഫ്ലാറ്റ് ഫൂട്ട് ഉള്ളവർക്കും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു നോക്നി ഉള്ളവർക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, കുറേ നാളോ നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അവരൊന്നും ക്വാളിഫൈഡ് അല്ല എന്ന് പറയുന്നത്. ഇതൊക്കെ ഈ ഒരു ക്രൈറ്റീരിയസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ എക്സാമിനേഷൻ എടുക്കുന്നത്.
ഇനി അടുത്ത് പറയാനുള്ളത്, ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ടീത്തിൻ്റെ കാര്യമൊക്കെ. ഒരുപാട് പേര് ചോദിക്കുന്നതാണ്, ടീത്ത് ഗ്യാപ്പ് ഉണ്ടോ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ടീത്തിൻ്റെ ഗ്യാപ്പ് ഒന്നും RPF എക്സാമിനേഷന് വലിയ പാടായിട്ട് എടുക്കാറില്ല. ശരിക്കും പറഞ്ഞാൽ RPFൻ്റെ എക്സാമിനെ മെഡിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഈസി ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള എക്സാമിനേഷനാണ്, അതായത് മെഡിക്കൽ ടെസ്റ്റുകളാണ്. എളുപ്പത്തിന് തന്നെ നമുക്ക് ക്വാളിഫൈ ആവാൻ പറ്റും. ടീത്ത് എന്തായിരിക്കണം, അത്യാവശ്യം വൈറ്റ് ടീത്ത് ആയിരിക്കണം, നമുക്ക് മഞ്ഞപ്പല്ലൊന്നും ആവാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടൊക്കെ പോകണം. അത്രേ ഉള്ളൂ. ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഗ്യാപ്പ് വന്നാൽ കുഴപ്പമില്ല. പക്ഷേ ക്യാവിറ്റീസ് വന്നാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതൊക്കെ എന്ത് ചെയ്യണം, പോടെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ഉള്ളിലുള്ള ആ ഗ്യാപ്പിൽ ഇങ്ങനെ ക്യാവിറ്റീസ് ഫില്ല് ചെയ്തിരിക്കുന്നെങ്കിൽ അതൊക്കെ പ്രശ്നമായിട്ടാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ പോടൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ ചെന്ന് തന്നെ അതിനെയൊക്കെ 6 months മുമ്പ് തന്നെ ചെന്നൊന്ന്, 6 months അല്ല, നിങ്ങൾക്ക് ടൈം കിട്ടുന്നതനുസരിച്ച് നിങ്ങൾ പോയി എന്ത് ചെയ്യുക, ആ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്യുക, ആ ഒരു ക്ലീനിങ് ഒക്കെ ചെയ്തിട്ടൊക്കെ പോവുക. അപ്പോൾ എന്ത് ചെയ്യും, വലിയ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ടീത്തിൻ്റെ ഇതൊന്നും വലിയ പ്രശ്നമായിട്ട് പറയുന്നില്ല. നേരത്തെ പറഞ്ഞ അത്രയും കാര്യങ്ങളാണ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുന്നത്. ഇതൊക്കെ എന്താണ്, ഒരു സ്പെസിഫൈ പോലും ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഈ ടെസ്റ്റുകളും കൂടെ ചെയ്യാറുണ്ട്. നോർമലി GDK ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഇതെടുത്ത് പറയുന്നതാണ്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ടീത്ത് എന്തായിരിക്കണം, വൈറ്റ് ടീത്തും ആയിരിക്കണം, ക്യാവിറ്റീസ് ഉണ്ടാവാൻ പാടില്ല. ബാക്കി വേറെ പ്രശ്നങ്ങളൊന്നും പറയുന്നില്ല. ഇടതൂർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ എന്താണ് ഗ്യാപ്പ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിയ സീരിയസ് ആയിട്ട് അവർ പറയുന്നില്ല. പിന്നെ അടുത്ത് എന്താ പറയണ്ടേ, ഇയറിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇയേഴ്സിൻ്റെ കാര്യം, നമ്മുടെ ചെവിയുടെ കാര്യമാണ് പറയുന്നത്. ചെവിക്ക് എന്താണ് അവർ ലേസർ ടെസ്റ്റ് പോകും, നമുക്കൊരു എന്താണ് സ്കാനിങ് പോലെ ലേസർ പോലെ ഒരു ടെസ്റ്റ് ചെയ്യും. അവരെന്ത് ചെയ്യും, ഒരു പുറത്തൊരു ലെൻസൊക്കെ വെച്ചിട്ട് കാതിൻ്റെ, അപ്പോൾ എന്ത് ചെയ്യണം, കാതും വൃത്തിയായിട്ടിരിക്കണം, അതായത് ക്ലീൻഡ് ആയിരിക്കണം. രണ്ട് സംഭവം നമ്മൾ പല്ല് പറഞ്ഞാലും കാത് പറഞ്ഞാലും ഇതൊക്കെ എന്ത് ചെയ്യണം, ഭയങ്കരമായിട്ട് ക്ലീൻ ചെയ്ത് വേണം നമ്മൾ പോകാൻ. ക്ലീനിങ് ആണ് ഒരു പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ എന്താണ്, ഈ ഇടയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സർജറീസോ എന്തെങ്കിലും ചെയ്തോ നമുക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ലേസർ ട്രീറ്റ്മെൻറ്റിലൂടെ അറിയാൻ പറ്റുന്നതാണ്. ഈ ഒരു ആനുവൽ ഇയർ ചെക്കപ്പ് ഒക്കെ ചെയ്യുന്നവർക്ക് അറിയാം. ആ ഒരു ലെൻസൊക്കെ വെച്ചിട്ട് ഡോക്ടേഴ്സിന് പരിശോധിക്കാൻ പറ്റും. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ലെൻസിൽ കൂടെ നിങ്ങൾക്ക് അഴുക്കുണ്ടെങ്കിൽ അഴുക്കും കാണാൻ പറ്റും, എന്തെങ്കിലും കളറൊക്കെ മാറിയിരിക്കുന്നെങ്കിൽ അത് കാണാൻ പറ്റും, എന്തെങ്കിലും സർജറീസ് ചെയ്തിട്ടുണ്ടോ എന്നറിയാം. അപ്പോൾ നമുക്ക് കള്ളത്തനം കാണിക്കാൻ പറ്റത്തില്ല അവിടെ. അതുകൊണ്ട് നമ്മൾ എന്തായാലും ഉറപ്പായിട്ടും മസ്റ്റായിട്ടും ഈ ഒരു എക്സാമിനേഷനൊക്കെ പോകണവരെ ഉറപ്പായിട്ടും ഈ പല്ലൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കാതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ പോകാം. അതൊക്കെയാണ് ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. സർജറീസൊക്കെ എന്ത് ചെയ്യുക, മാക്സിമം ഉള്ളവർ എന്ത് ചെയ്യത്തില്ല, അവർ ക്വാളിഫൈ ആക്കാൻ വളരെ ചാൻസ് കുറവാണ്. നമ്മളൊരു 6 months ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ക്വാളിഫൈ ആക്കും. അല്ലാണ്ട് ഈ ഇടയ്ക്ക് പോലും ലോൺ ചെയ്തെങ്കിൽ അതൊക്കെ ഭയങ്കര പ്രശ്നമായിട്ടാണ് അവർ കാണുന്നത്. ഇനി അടുത്ത് വരുന്നത് നമ്മുടെ നോസിൻ്റെ കാര്യവും നെക്കിൻ്റെ കാര്യവും. ഇത് എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഇതൊക്കെ അവരെന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് ബോഡി ചെക്കപ്പ് പോലെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഫേസിലെ ഫീച്ചേഴ്സൊക്കെ നമ്മൾ നോക്കാറുണ്ട്. അപ്പോൾ അതും എന്താണ്, നോസ് ക്ലീൻ ചെയ്തിരിക്കണം. നോസിന് നമുക്കറിയാലോ, ഇങ്ങനെ പൊക്കി നോക്കുമ്പോൾ ആ ഹെയറിലൊക്കെ എന്ത് ചെയ്തില്ല, അഴുക്കളൊന്നും ഇരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഓവർ ഹെയറി ആയിട്ടൊന്നും നമ്മുടെ എന്ത് ചെയ്യുക, നോസൊന്നും കാണാൻ പാടില്ല. അപ്പോൾ അങ്ങനത്തെ നോസൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് മാക്സിമം നമ്മൾ പ്രോപ്പർലി ക്ലീൻനെസ്സോടെ പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. പിന്നെ മൂക്കിൽ എന്തെങ്കിലും സർജറീസോ വളവോ അതൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യും. പക്ഷെ വലിയ കാര്യമായിട്ടൊന്നും അവരത് എടുക്കാറില്ല. മാക്സിമം നമ്മൾ ക്ലീൻ ആയിട്ട് പോവുക. നെക്കിനാണെങ്കിൽ എന്തെങ്കിലും തടുപ്പുണ്ടെങ്കിൽ, നമുക്കിപ്പം തൈറോയിഡ് പോലത്തെ ഒക്കെ ഇതുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ ഒരു വീർപ്പ് കാണുമല്ലോ, ഇവിടെയൊക്കെ വീർത്തിരിക്കും. അപ്പോൾ അങ്ങനത്തെയൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ എന്താണ് വലിയ ഇഷ്യൂ ആയിട്ടാണ് പറയുന്നത്. അപ്പം അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെഡിക്കൽ ടെസ്റ്റിനെ പറ്റി നിങ്ങൾ അറിയേണ്ടത്. അപ്പം വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. വിഷൻ ടെസ്റ്റ് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ബാക്കിയെല്ലാം നമ്മുടെ ബോഡി പാർട്സ് എല്ലാം നല്ല പ്രോപ്പർലി ക്ലീൻഡ് ആയിരിക്കണം. നല്ലപോലെ ക്ലീൻ ചെയ്ത് ഒരു മെഡിക്കൽ ടെസ്റ്റിന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം ഗേൾസിനാണെങ്കിൽ എന്തായാലും ഫീമെയിൽസ് ആയിരിക്കും ചെക്ക് ചെയ്യുന്നത്, ബോയ്സിനാണെങ്കിൽ മെയിൽ കാറ്റഗറീസ് തന്നെയായിരിക്കും ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്നാലും നമ്മൾ പ്രോപ്പർലി ക്ലെൻഡപ്പ് ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പോകാൻ നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു ഇതിൽ പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് അറിയാം, ഇനിയും സമയമുണ്ട്. നവംബർ ആ ഒരു ടൈമിലൊക്കെ ആയിരിക്കാം എക്സാമിനേഷൻ വരുന്നത്. ഒരുപാട് പേര് എക്സാമിനേഷൻ ടൈം ചോദിക്കുന്നുണ്ട്. ഇപ്പം നമുക്കും അറിയത്തില്ല, കാരണം ഇനി വരാൻ പോകുന്നുണ്ട്. നവംബർ ഡിസംബർ ആ ഒരു ടൈമിലൊക്കെ ആയിരിക്കാം RPF വിളിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയമുണ്ട് ഒരുപാട്. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഉടനെ തന്നെ പഠിച്ചു തുടങ്ങുക. നിങ്ങൾക്ക് ദിശയുടെ ഓൺലൈൻ ക്ലാസ്സസ് ആയിക്കോട്ടെ, ഓഫ്ലൈൻ ക്ലാസ്സസ് ആയിക്കോട്ടെ, യൂട്യൂബ് ക്ലാസ്സസിലായിക്കോട്ടെ, ഒരുപാട് സഹായം ദിശ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ചോയ്സിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ദിശയുമായിട്ട് ചേർന്ന് പോകാം, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ കാണുന്ന നമ്പേഴ്സിലൊക്കെ കോൺടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഓൺലൈൻ ക്ലാസ്സസ് അവൈലബിൾ ആണ്. നല്ല റെക്കോർഡഡ് ക്ലാസ്സസ് പോലെയുള്ള ലൈവ് ക്ലാസ് സെക്ഷനും എല്ലാം തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ, സമയമില്ലാത്തവർക്കൊക്കെ വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റിയൊരു അവസരമാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ദിശയുടെ
ചാനൽ കണ്ട് പഠിക്കുന്നവരാണെങ്കിൽ പോലും യൂട്യൂബിൽ കയറി നിങ്ങളുടെ ക്ലാസ്സസ് കാണാം, ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാം, വാട്സപ്പിൽ ജോയിൻ ചെയ്യാം. അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുള്ളവരെല്ലാവരും എന്ത് ചെയ്യുക, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. കാരണം RPF എന്ന് പറഞ്ഞാൽ ഒരു നിസ്സാര കാര്യമായിട്ട് നിങ്ങൾ കാണേണ്ട, നല്ല സാലറിയുള്ള നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ജോബ് തന്നെയാണ്. നിങ്ങൾക്ക് പഠിച്ച ഉറപ്പായിട്ട് നിങ്ങൾക്ക് കയറാനും പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് അവൻ്റെ ഡീറ്റെയിൽസ് പറയുന്നത്. ഇനി എന്തെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, താഴെ കാണുന്ന കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. മാത്രമല്ല ബാക്കിയുള്ള നിങ്ങൾക്ക് പഠിക്കുന്ന പ്രിപ്പറേഷൻസ് ക്ലാസ്സിനുമൊക്കെ വേണ്ടിയിട്ടുള്ള കോൺടാക്ട്സ് ആണെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് മനസ്സിലാക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.